വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സർപ്പങ്ങളെക്കുറിച്ചാണ്. മുൻപ് നാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ സർപ്പത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സർപ്പവും നാഗവും രണ്ടും രണ്ടാണ്. സർവസ്ഥലങ്ങളിലും ഒരേപോലെ കടന്നെത്തിയിരുന്ന സർപ്പം ഒരു വലിയ പ്രതീകമാണ്. വേദങ്ങളിൽ ഭോഗതയുടെ പ്രതീകങ്ങളാണ് ഉരഗങ്ങൾ. പുരാണങ്ങളിൽ മുഖ്യ ഈശ്വര സ്വരൂപങ്ങളോടെല്ലാം തന്നെ സർപ്പത്തെ സമുന്നയിപ്പിച്ചിട്ടുണ്ട്. ശിവൻ സർപ്പാഭരണം അണിയുന്നു. വിഷ്ണുവാകട്ടെ നാഗശയ്യയിൽ ശയിക്കുന്നു. ഗണേശ്വരനാകട്ടെ നാഗത്തെ പൂന്നൂൽ ആയി ധരിക്കുന്നു. ജഗദംബികയായ ദുർഗാദേവിയാകട്ടെ നാഗത്തെ ഒരായുധമായി ധരിച്ചിരിക്കുന്നു. യഥാക്രമം ശിവൻ, വിഷ്ണു, ഗണപതി, ദേവി, സൂര്യൻ എന്നിങ്ങനെയുള്ള 5 ബ്രഹ്മതത്വങ്ങളിൽ 4നോടൊപ്പവും സർപ്പസംബന്ധം വന്നിട്ടുണ്ട്. സൂര്യനോടൊപ്പവും ഇതിനു മനോഹരമായ സംബന്ധം വരുന്നുണ്ട്. തന്ത്രസിദ്ധാന്തങ്ങളുടെ അന്തിമ ലക്ഷ്യമാണ് കുണ്ടലിനി തത്വം. 3.5 ചുറ്റുള്ള ഒരു പെൺപാമ്പായി അത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. സർപ്പത്വം ഇവിടെ അതിശേദ്യമായ ഒന്നായിരുന്നു. സർപ്പത്തെ ഒരു വലിയ പ്രതീകമായി കണക്കാക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതിൻ്റെ രൂപവും സ്വഭാവവുമാണ്. ഓളത്തിൻ്റെയോ പ്രവാഹത്തിൻ്റെയോ മിന്നൽ പിണരിൻ്റെയോ രീതിയിലുള്ള അതിൻ്റെ ഗമനവും പ്രത്യേക രീതിയിൽ ചുരുണ്ടുകൂടാനുള്ള അതിൻ്റെ കഴിവും മറ്റൊന്നിനെ സംഹരിക്കുവാനുള്ള അതിൻ്റെ അതിശേദ്യമായ ശക്തിയുമാണ് അതിനെ വീരഭയങ്ങൾ നിറഞ്ഞ ആരാധനയോടെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും സാധാരണ മനുഷ്യ ദൃഷ്ടിയിൽ തോന്നുന്ന ഭാവങ്ങളാണ്. എന്നാൽ പുരാണങ്ങളിലും തന്ത്രങ്ങളിലും സർപ്പത്തെ പ്രതീകമായി സ്വീകരിച്ചത് അതിനും ദൈവത്തിനും ഒരേ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ്. കർമ്മേന്ദ്രിയങ്ങൾ ഇല്ലാതെ കർമ്മം ചെയ്യുന്ന ജീവി, അതാണ് സർപ്പത്തിൻ്റെ പ്രത്യേകത. ലോകത്തിലെ എല്ലാ ജീവികൾക്കും കർമ്മം ചെയ്യാൻ കർമ്മേന്ദ്രിയം ആവശ്യമുണ്ട്. എന്നാൽ ഈശ്വരനാകട്ടെ അത്രയും ബൃഹത്തായ കർമ്മങ്ങൾ എല്ലാം ഇന്ദ്രിയരഹിതനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ്റെ സങ്കല്പം തന്നെ കർമ്മമായി ഭരിക്കുന്നു. ഈശ്വരന് പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങൾ ഇല്ല. സർപ്പവും ഇതുപോലെ തന്നെ. സർപ്പത്തിൻ്റെ സങ്കല്പം തന്നെ അതിന് ചലനശക്തിയായി തീരുന്നു. സർപ്പത്തിന് ചരിക്കാൻ മറ്റൊരു ഇന്ദ്രിയവുമില്ലെങ്കിലും അതിൻ്റെ ശരീരം മുഴുവനായും ഒരു ചലനേന്ദ്രിയമായി തീരുന്നു. ഈ പ്രത്യേകത ഈശ്വരൻ്റെ ശക്തിവിശേഷമാണ്. സർപ്പങ്ങൾക്ക് കാലുകളില്ലാതെ സഞ്ചരിക്കാവുന്നതുപോലെ ഈശ്വരന് കൈകാലുകളില്ലാതെ തന്നെ ഈ മഹാസൃഷ്ടി മുഴുവൻ നടത്താം. ഇവിടെ ഈശ്വരന് സർപ്പത്തിൻ്റെ ഉപമാനവും സർപ്പത്തിന് ഈശ്വരൻ്റെ ഉപമേയവും ലഭിക്കുന്നു. സർപ്പത്തിന് ശ്രവണേന്ദ്രിയമില്ല. ശരീരത്തിൻ്റെ സ്പർശനശക്തിയിൽ നിന്നാണ് സർപ്പത്തിന് ലോകബോധമുണ്ടാകുന്നത്. ഇതും മറ്റൊരു പ്രസക്തമായ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്തെന്നാൽ ഏത് ജീവിയുടെ ശരീരവും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉൽപ്പന്നമായിരിക്കുന്നത്. ഓരോ ഭൂതങ്ങളിൽ നിന്നും അതതിൻ്റേതായ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും പ്രകടമാകുന്നു. ഇങ്ങനെ ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി തുടങ്ങി 5 ഭൂതങ്ങളും ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങളും നാവ്, കൈ, കാല്, ലിംഗം, ഗുദം തുടങ്ങിയ 5 കർമ്മേന്ദ്രിയങ്ങളും ശരീരത്തിലുണ്ട്. പാമ്പിന് ചെവി, ത്വക്ക്
എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കൈ, കാൽ എന്നീ കർമ്മേന്ദ്രിയങ്ങളും ഏറെക്കുറെ അപൂർണമാണ്. ചെവിയാകട്ടെ ആകാശത്തിൻ്റെ ജ്ഞാനേന്ദ്രിയമാണ്. കൈ വായുതത്വത്തിൻ്റെ കർമ്മേന്ദ്രിയവും. ചുരുക്കത്തിൽ ആകാശതത്വത്തിൻ്റെ ഒരംശവും വായുതത്വത്തിൻ്റെ ഒരംശവും സർപ്പത്തിൽ താരതമ്യേന കുറഞ്ഞിരിക്കുന്നതിനാൽ അഗ്നി, ജലം, ഭൂമി എന്നീ 3 തത്വങ്ങളും അതിനേക്കാൾ കൂടുതൽ ഭൂമിതത്വമാണ് സർപ്പസൃഷ്ടിയിൽ കാണുന്നത്. അതുകൊണ്ടു തന്നെയാണ് സർപ്പങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നതും ഭൂമിയെ തൊട്ടു തന്നെ ഉരസുകൊണ്ട് ഗമിക്കുന്നതും. സർപ്പത്തിൻ്റെ നാസാരന്ധ്രങ്ങളും കണ്ണും അതീവ ജാഗ്രതമാണ്. നാവാകട്ടെ സ്പർശനത്തിന് കൂടിയുള്ള അവയവമാണ്. ഇങ്ങനെ വരുമ്പോൾ അഗ്നി, ജലം, ഭൂമി എന്നീ 3 തത്വങ്ങളുമായി സർപ്പത്തിന് കൂടുതൽ സ്വാധീനമുണ്ടെന്ന് വരുന്നു. ഗണങ്ങളിൽ ആകാശവും വായുവും സാത്വിക ഗുണത്തെയും അഗ്നി രജോ ഗുണത്തെയും ജലവും ഭൂമിയും തമോ ഗുണത്തെയും കൂടുതൽ പ്രബലിപ്പിക്കുന്ന ഭൂതങ്ങളാണ്. സർപ്പം അല്പം രജോ ഗുണിയും കൂടുതൽ തമസിൻ്റെ പ്രതിനിധിയുമാണ്. തമോ ഗുണത്തിൻ്റെ ലക്ഷണമായ ക്രോധവും സംഹാരവും സർപ്പത്തിന് ഉണ്ട്. ഉറക്കം, കോപം, സംഹാരം ഇവ 3മാണ് തമോ ഗുണത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.